ദ ഫാന്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സിന്റെ തുടക്കത്തില് സൂസ്റ്റോമിന്റെ സ്പീച്ച് നടക്കുന്ന സമയത്ത് എല്ലാ രാജ്യങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ആ രാജ്യങ്ങളിൽ ഭരണം നടത്തുന്നവരൊക്കെ അവിടേക്ക് വന്നിട്ടുണ്ടെങ്കിലും ലാറ്റ്വേറിയ എന്ന രാജ്യത്തെ പ്രതിനിധീകരിക്കുന്ന ആൾക്ക് ഇരിക്കേണ്ട സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്നതായിട്ട് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. ഇനി ലാറ്റ്വേറിയ എന്ന രാജ്യത്തെ പറ്റി അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയുവാണ്, യൂറോപ്പിന്റെ അടുത്തായിട്ടുള്ള ഒരു ചെറിയ രാജ്യമാണ് ലാറ്റ്വേറിയ. ലാറ്റ്വേറിയ എന്ന രാജ്യം ഭരിക്കുന്നത് മറ്റാരുമല്ല, സാക്ഷാൽ വിക്ടർ വോൺ ഡൂം അഥവാ ഡോക്ടർ ഡൂം ആണ്. ഒരുപക്ഷെ ഫാന്റാസ്റ്റിക് ഫോറിന് ഡോക്ടർ ഡൂമിനെ നേരത്തെ തന്നെ അറിയാമായിരിക്കും. മാത്രമല്ല ദ ഫാന്റാസ്റ്റിക് ഫോറിന്റെ ആശയങ്ങളും ഐഡിയകളും അനുസരിക്കാനോ അതൊക്കെ പ്രാവർത്തികമാക്കാനോ ഒന്നും ഡോക്ടർ ഡൂമിന് താല്പര്യമില്ലായിരിക്കാം. അതല്ലെങ്കിൽ ലാറ്റ്വേറിയ എന്ന രാജ്യം ഇപ്പോൾ ദ ഫാന്റാസ്റ്റിക് ഫോറിന്റെ അധീനതയിലായിരിക്കാം. സോ ഈ കാരണങ്ങളൊക്കെ കൊണ്ടാകാം സ്യൂസ്റ്റോമിന്റെ സ്പീച്ചിന്റെ സമയത്ത് ലാറ്റ്വേറിയെ പ്രതിനിധീകരിച്ച് ആരെയും അവിടെ കാണുവാൻ സാധിക്കാത്തത്. ദ ഫാന്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സിന്റെ അവസാനത്തോടെ ദ ഫാന്റാസ്റ്റിക് ഫോർ ഗലാക്ടസിനെ ഡിഫീറ്റ് ചെയ്യുന്നുണ്ടല്ലോ. ഗലാക്ടസ് മരണപ്പെട്ട് കാണുമോ? അല്ലെങ്കിൽ ഗലാക്ടസ് ഇനി ഒരിക്കലും തിരിച്ചു വരത്തില്ലേ? ഗലാക്ടസിന്റെ പക്കൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഗലാക്ടസ് പെട്ടെന്നൊന്നും തേടി പിടിക്കാത്തത്ര ദൂരത്തിൽ അകലെയുള്ള ഏതെങ്കിലും സോളാർ സിസ്റ്റത്തിലേക്ക് എർത്തിനെ ടെലിപ്പോർട്ട് ചെയ്യുക എന്നതായിരുന്നു ദ ഫാന്റാസ്റ്റിക് ഫോർ ആദ്യം തീരുമാനിച്ചത്. എന്നാൽ ഗലാക്ടസിന്റെ ഹെറാൾഡായ സിൽവർ സർഫർ അവരുടെ പദ്ധതിയെല്ലാം നശിപ്പിക്കുകയാണ് ചെയ്തത്. സോ ദ ഫാന്റാസ്റ്റിക് ഫോർ മറ്റൊരു പദ്ധതി തയ്യാറാക്കി. അതായത് എർത്തിനെ ടെലിപ്പോർട്ട് ചെയ്യുന്നതിന് പകരം യൂണിവേഴ്സിന്റെ ഒരുപാട് അകലെയുള്ള ഒരു ഭാഗത്തേക്ക് സാക്ഷാൽ ഗലാക്ടസിനെ ടെലിപ്പോർട്ട് ചെയ്ത് അയക്കാമെന്ന്. അങ്ങനെയാണ് ദ ഫാന്റാസ്റ്റിക് ഫോർ ഗലാക്ടസിനെ ഡിഫീറ്റ് ചെയ്ത് അദ്ദേഹത്തെ ടെലിപ്പോർട്ട് ചെയ്യിപ്പിച്ച് യൂണിവേഴ്സിന്റെ മറ്റൊരു ഭാഗത്തേക്ക് അയക്കുന്നത്. ഗലാക്ടസ് ഒരിക്കലും മരണപ്പെട്ടിട്ടില്ല. ഗലാക്ടസ് ഉറപ്പായിട്ടും തിരികെ എത്തും. എന്നാൽ അതിനായിട്ട് ഗലാക്ടസിന് ഒരുപാട് വർഷങ്ങൾ വേണ്ടി വരുമെന്ന് മാത്രം. ദ ഫാന്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സിൽ ആദ്യമൊക്കെ ഗലാക്ടസിനെ കണ്ടപ്പോൾ മാത്രമല്ല ആ ബിൽഡപ്പ് കൂടെ കേട്ടപ്പോൾ ഗലാക്ടസ് വളരെ അൺസ്റ്റോപ്പബിൾ ആയിട്ടുള്ള വില്ലനായിട്ട് തോന്നി. മാർവൽ കോമിക്സിലൊക്കെ ഗലാക്ടസ് എന്ന ക്യാരക്ടറിനെ എത്രമാത്രം പേടിക്കേണ്ടിയിരിക്കുന്നു എന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ മൂവിയിലേക്ക് വന്നപ്പോൾ കോമിക്കിലേക്കാൾ വളരെ വീക്കായിട്ടാണ് ഗലാക്ടസിനെ കാണിച്ചിട്ടുള്ളത്. മൂവിയിൽ റീഡ് റിച്ചാർഡ്സ് അഥവാ മിസ്റ്റർ ഫാന്റാസ്റ്റിക്കിന്റെയും സ്യൂസ്റ്റോം അഥവാ ഇൻവിസിബിൾ വുമന്റെയും മകനായ ഫ്രാങ്ക്ലിൻ റിച്ചാർഡ്സിനെ കൊണ്ടുപോകാനാണ് ഗലാക്ടസ് ഭൂമിയിലേക്ക് എത്തുന്നത്. ഈ ഫ്രാങ്ക്ലിൻ റിച്ചാർഡ്സ് വെറും ഒരു സാധാരണ കുട്ടിയല്ല. എൻറ്റയർ മാർവൽ യൂണിവേഴ്സിലെയും വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഫ്രാങ്ക്ലിൻ റിച്ചാർഡ്സ്. എർത്തിലേക്ക് എത്തിയ ഗലാക്ടസ് ദ ഫാന്റാസ്റ്റിക് ഫോർ എന്ന ടീമിലെ മൊത്തം മെമ്പേഴ്സിനോട് പോരാടുകയും ഫ്രാങ്ക്ലിൻ റിച്ചാർഡ്സിനെ ഒരു നിമിഷം കൈക്കലാക്കിയെങ്കിലും സ്യൂസ്റ്റോമിന്റെ സഹായത്തോടെ സിൽവർ സർഫർ ഗലാക്ടസിനെ ഒരു പോർട്ടലിലൂടെ ദൂരേക്ക് എവിടേക്കോ അയക്കുന്നുണ്ട്. ആക്ച്വലി കോമിക്സിൽ ഗലാക്ടസ് ഇമാതിരി പണി കാണിക്കില്ല. അതായത് ഗലാക്ടസ് ഒരിക്കലും ഫ്രാങ്ക്ലിൻ റിച്ചാർഡ്സിനെ തേടി പോകില്ല. കാരണം ഫ്രാങ്ക്ലിൻ റിച്ചാർഡ്സിനെ അദ്ദേഹത്തിന് പേടിയാണ്. ഫ്രാങ്ക്ലിൻ റിച്ചാർഡ്സ് ഒരു കുട്ടിയാണെങ്കിലും അവന് റിയാലിറ്റിയെ വരെ മാറ്റി എഴുതുവാൻ സാധിക്കും. ദ ഫാന്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സിൽ ഗലാക്ടസിൽ നിന്നും എർത്തിനെ സേവ് ചെയ്യാൻ എന്തുകൊണ്ടാണ് സിൽവർ സർഫർ ദ ഫാന്റാസ്റ്റിക് ഫോറിനെ സഹായിച്ചത്? യഥാർത്ഥത്തിൽ ഗലാക്ടസിൽ നിന്ന് തന്റെ പ്ലാനറ്റായ സെൻല എന്ന പ്ലാനറ്റിനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഷാലബാൽ ഗലാക്ടസിന്റെ ഹെറാൾഡായ സിൽവർ സർഫർ ആകുന്നത്. അതായത് ഗലാക്ടസിന് വിശക്കുമ്പോൾ അദ്ദേഹത്തിന് വിശപ്പടക്കാനായിട്ട് പ്ലാനറ്റുകളെ കാണിച്ചു കൊടുക്കുന്നത് സിൽവർ സർഫർ ആണ്. സിൽവർ സർഫറിന്റെ ഗൈഡൻസിലൂടെ പല പ്ലാനറ്റുകളിലേക്കും പോയിട്ട് ഗലാക്ടസ് അവയെല്ലാം നശിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഷാലബാൽ എന്ന സിൽവർ സർഫർ ഗലാക്ടസിനെതിരെ തിരിയാൻ കാരണം ദ ഫാന്റാസ്റ്റിക് ഫോർ അവളെ കേൾപ്പിച്ച പല പ്ലാനറ്റുകളിലെയും റെക്കോർഡിംഗ്സ് ആണ്. ഷാലബാൽ ഗലാക്ടസിന് വേണ്ടി ബിട്രൈ ചെയ്ത് നശിപ്പിച്ച പല പ്ലാനറ്റുകളിലെയും ഒരുപാട് ആൾക്കാരുടെ നിലവിളിയും അപേക്ഷകളും ഒക്കെയാണ് ആ റെക്കോർഡിംഗ്സിലൂടെ ഷാലബാൽ കേട്ടത്. സ്വന്തം പ്ലാനറ്റിനെ സേവ് ചെയ്യാൻ വേണ്ടി അനേകായിരം പ്ലാനറ്റുകളെ നശിപ്പിക്കേണ്ടി വന്നതിന്റെ ഒരു കുറ്റബോധം അവളെ അലട്ടിയിട്ടുണ്ടാകാം. സോ ഈ കാരണം കൊണ്ടാണ് ഷാലബാൽ തന്റെ സ്വന്തം ജീവൻ പോലും സാക്രിഫൈസ് ചെയ്ത് ഗലാക്ടസിനെ ഡിഫീറ്റ് ചെയ്യാനും എർത്ത് എന്ന പ്ലാനറ്റിനെ സേവ് ചെയ്യാനും ദ ഫാന്റാസ്റ്റിക് ഫോറിനെ സഹായിച്ചത്. MCUമായിട്ട് ഡയറക്റ്റ് ആയിട്ട് ദ ഫാന്റാസ്റ്റിക് ഫോറിന് കണക്ഷൻ ഉള്ളതായിട്ട് കാണിക്കുന്നില്ല. എന്നാൽ ദ ഫാന്റാസ്റ്റിക് ഫോർ വിൽ റിട്ടേൺ ഇൻ അവഞ്ചേഴ്സ് ഡൂംസ്ഡേ എന്ന് പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ദ ഫാന്റാസ്റ്റിക് ഫോർ ഗലാക്ടസിനെ ഒക്കെ ഡിഫീറ്റ് ചെയ്ത് 4 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന കഥയാണ് ആദ്യത്തെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ കാണിക്കുന്നത്. റീഡ് റിച്ചാർഡ്സിന്റെയും സ്യൂസ്റ്റോമിന്റെയും മകനായ ഫ്രാങ്ക്ലിൻ റിച്ചാർഡ്സിന് സ്യൂസ്റ്റോം പുസ്തകമൊക്കെ വായിച്ചു കൊടുക്കുന്നതാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഫ്രാങ്ക്ലിൻ റിച്ചാർഡ്സിന് ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു ബുക്ക് എടുക്കാൻ വേണ്ടി സ്യൂസ്റ്റോം
കിച്ചണിലേക്ക് പോകുന്നു. സ്യൂസ്റ്റോം ആ ബുക്കുമായിട്ട് ഫ്രാങ്ക്ലിൻ റിച്ചാർഡ്സിന്റെ പക്കലേക്ക് ചെല്ലുമ്പോൾ എന്തോ ഒരു പ്രശ്നം അവിടെ ഉള്ളതായിട്ട് സ്യൂസ്റ്റോം മനസ്സിലാക്കുകയാണ്. സ്യൂസ്റ്റോം നോക്കുമ്പോൾ ഫ്രാങ്ക്ലിൻ റിച്ചാർഡ്സിനോടൊപ്പം ഒരു പച്ച ഹൂഡി ധരിച്ച വ്യക്തി ആ കുഞ്ഞിനെ നോക്കിയിരിക്കുന്നു. അയാൾ ഒരു മാസ്ക് തന്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. അതെ, ഫ്രാങ്ക്ലിൻ റിച്ചാർഡ്സിനോടൊപ്പം ഇരിക്കുന്നത് മറ്റാരുമല്ല, ദ ഫാന്റാസ്റ്റിക് ഫോറിന്റെ വില്ലനായ, മാത്രമല്ല അവഞ്ചേഴ്സ് ഡൂംസ്ഡേയിൽ പ്രത്യക്ഷപ്പെടാൻ പോകുന്ന കൊടൂര വില്ലനായ ഡോക്ടർ ഡൂം അഥവാ വിക്ടർ വോൺ ഡൂം ആണ്.